കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഓരോ പരമഭക്തരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ്. അതായത് ഭഗവത് വചനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. കുഞ്ഞുണ്ണി നായരാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ചാനലിലേക്ക് സ്വാഗതം ഒന്നുകൂടി. അതുപോലെ ഭഗവാനെക്കുറിച്ച് ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞ എനിക്ക് മനസ്സിലിപ്പോഴും ഉണ്ട്. നമ്മളൊരു സ്ഥലത്ത് പ്രായം കഴിഞ്ഞാൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് പോകും, ശരീരം പോകില്ല. അതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് വ്യക്തമായ ഒരു പ്രായത്തിൻ്റെ ഇതിനെ വ്യത്യാസം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ ഈ ഒരു ചാനൽ വന്നതിന് ശേഷം ചാനലിൽ കൂടി വളരെയധികം ആളുകൾ ഷിർഡി സായി ബാബ സമാധിയാവണവരെ വളരെ ജനമില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ചെല്ലുന്നത് ഷിർഡി സായി ബാബയുടെ അടുത്താണ്. അതെ. അതുപോലെ ആലയസ്വാമിയുടെ സാമീപ്യം എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുന്നു. സ്കൂൾ തലങ്ങളിൽ തന്നെ ഇപ്പം റാങ്ക് വാങ്ങിച്ച പിള്ളേർ, A+ വാങ്ങിച്ച പിള്ളേർ, ഇതെല്ലാം നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ട്. അതെ. ആ സ്വാമിയുടെ ദർശനങ്ങളുടെ മാഹാത്മ്യം കൊണ്ടാണ് കിട്ടുന്നത്. ഒരു ഓണം കയറാൻ മൂലയെന്നോളം പറയാം അല്ലേ. പിന്നെ നമ്മൾ ചിന്താലയ വിദ്യാലയം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ഗ്രാമപ്രദേശമാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളാവട്ടെ എല്ലാം ഗ്രാമവാസികൾ, അതിലും ദളിത് സമുദായത്തിലുള്ളവരും അതുപോലെ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ആ വിദ്യാലയം സ്ഥാപിച്ചത്. ഇന്ന് ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന റിസൾട്ട് കണ്ട് മറ്റ് സ്കൂളുകൾ അതിശയിക്കുകയാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഇത്രയും അതിശയം? കാരണം ഭഗവാന്റെ അനുഗ്രഹം കുട്ടികളിലേക്ക് ചൊരിയാണ്. ഭഗവാന്റെ അനുഗ്രഹമാണ് ആ റിസൾട്ടിലൂടെ ഓരോ കൊച്ചുമക്കളിലൂടെ പുറത്തു വരുന്നത്. ഇതുപോലെ നമ്മൾ അഭയനാശ്രമത്തിൽ നിന്ന് ഫാമിലിയായിട്ട് ഒരു യാത്രയുണ്ട് എല്ലാ പിൽഗ്രീം സ്ഥലത്ത്. അങ്ങനെ ചെന്നപ്പോൾ അറിയുന്നു സ്വാമി ഇവിടെ ഹോമം നടത്താൻ വന്നിട്ടുണ്ടായിരുന്നു ചിദംബര ക്ഷേത്രത്തിൽ. ഞാൻ അവിടെ തൊഴുതിട്ട് നേരെ വന്ന് ഇദ്ദേഹത്തിനെ കണ്ടു അവിടെ ചിദംബരം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഞാൻ ഇപ്പം ഇതിൽ ആശ്രമത്തിൻ്റെ ഇതിലാണ് വന്നത്, ദർശനമൊക്കെ കഴിഞ്ഞു എല്ലാവരെയും കണ്ടല്ലോ. ഞാൻ പറഞ്ഞ് കണ്ടു. അതിനേക്കാൾ കാണാനുള്ള ഒരാളിനെയാണ് ഇവിടെ വന്നിപ്പോൾ കാണാൻ സാധിച്ചത്. ശരി. അവിടെ വെച്ച് കാണാൻ സാധിച്ചു. ചിദംബരം ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അതൊക്കെ ചിദംബരത്ത് അത് പറഞ്ഞപ്പോഴാണ് പണ്ട് ഒരു പ്രളയം ഉണ്ടായി. സാർ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ചിദംബരത്ത് വലിയ ഒരു പ്രളയം ഉണ്ടായി. ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറി. ചിദംബരം ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം കയറി. വിഗ്രഹം തന്നെ വെള്ളത്തിന്
അടിയിലാവും എന്നുള്ള സ്റ്റേജിലേക്ക് വെള്ളം കയറി. പൂജ മുടങ്ങി. ആരും അമ്പലത്തിലേക്ക് നീന്തിപ്പോലും ഈ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വന്നു. നാട് മൊത്തം വെള്ളത്തിൽ അടിയിലായി. അവിടുന്ന് കുറച്ച് ചിദംബരം ക്ഷേത്രത്തിലെ മേൽശാന്തിമാരും എല്ലാവരും കൂടി ഭഗവാനെ വന്ന് സമീപിച്ചു. ഇവിടെ വന്നിട്ട് ഭഗവാന്റെ കൂടി വന്ന് അഭ്യർത്ഥിച്ചു, ഭഗവാനെ അങ്ങ് വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. അവിടെ മൊത്തം വെള്ളത്തിലായി, പ്രളയത്തിലായി, എല്ലാവരും എല്ലാം നശിച്ചു. നമ്മളെ രക്ഷകനായിട്ടുള്ള ചിദംബരേശൻ തന്നെ വെള്ളത്തിലായി. അവിടെ പൂജ മുടങ്ങി. ആർക്കും അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പൂജയ്ക്ക് പോലും പോകാൻ പറ്റുന്നില്ല. അപകടങ്ങൾ ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കുഴികളും മറ്റോ പലരും തട്ടി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അങ്ങ് വരാം. അങ്ങനെ ഇവരവിടെ ചെന്നപ്പോൾ ശരിക്ക് പറഞ്ഞാൽ പ്രളയം നിലച്ചു, വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അവർ ഭഗവാനെ ഇന്നും ചിദംബരം ക്ഷേത്രത്തിൽ ദേവതാ രൂപത്തിൽ ഒരു മുറി, മറ്റ് ഉപദേവതകളുണ്ട്, അതായത് ദക്ഷിണാമൂർത്തി തൊട്ട് എല്ലാ മൂർത്തികളെയും വച്ചിക്കേണ്ട ഒരു മുറിയിൽ ഭഗവാനെ വെച്ചിരിക്കുകയാണ്. ഭഗവാന് നിത്യ ആരാധനയുണ്ട്. ചിദംബരം ക്ഷേത്രം ശരിക്കും ചിദംബരം എന്ന് പറയുമ്പോൾ ആകാശമാണ്, പഞ്ചഭൂതങ്ങളിൽ ആകാശമാണ്, അതായത് ചിദംബര രഹസ്യം. ആകാശം എന്ന് പറഞ്ഞാൽ അനന്തമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ചിദംബര രഹസ്യം എന്ന് പറയുന്നത് ഭൂമധ്യരേഖ കടന്നു പോകുന്നത് അതുവഴിയാണ്. ഭഗവാൻ അതിനെ ചവിട്ടി നിർത്തിയിരിക്കുകയാണ് ഭൂമിയിലെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി. അല്ലാതെ നടരാജൻ ഒറ്റ കാലിൽ നിന്ന് ചവിട്ടി നിർത്തിയിരിക്കുകയാണ് വിരലുകൊണ്ട്, അതിനെ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതിരിക്കാൻ. അതാണ് യഥാർത്ഥ ചിദംബര രഹസ്യം. അവിടെ നടരാജനല്ലേ നിൽക്കുന്നത്. ആ നടരാജൻ ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. അതാണ് ചിദംബര രഹസ്യം. ആ മഹാക്ഷേത്രം, അതായത് പഞ്ചഭൂത ക്ഷേത്രങ്ങളാണ് ഭൂമിയിൽ ആദ്യം ഉണ്ടായെന്നാണ്. ഭൂമിയിൽ ആദ്യ ക്ഷേത്രങ്ങൾ പഞ്ചഭൂതങ്ങളാണ്. കാരണം ഈ 13 ലോകങ്ങളിലുള്ള ആത്മാക്കൾക്ക് 13 ലോകങ്ങളിലും ദുഃഖമില്ല. 13 ലോകങ്ങളിൽ ദുഃഖമില്ല. അപ്പോൾ അത് പറയുമ്പം ചിലപ്പോൾ എനിക്ക് വട്ടാണെന്ന് പറയും, കേൾക്കുന്നവർ പറയും. കാരണം ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ്. എനിക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിനെ അല്ല, ആത്മാവിനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് പോയി വേറെ ലോകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ വേറെ ലോകമുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം 1-2 ലോകങ്ങളിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയൊക്കെ ജീവജാലങ്ങളുണ്ട്, അവിടെയൊക്കെ ഇല്ലാത്ത ഒന്നുണ്ട്, ഗുരുത്വാകർഷണമില്ല. ഞാൻ ആ ലോകത്തെല്ലാം ഭഗവാന്റെ കൂടി സഞ്ചരിക്കുമ്പം സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പക്ഷിയെ പോലെ ഈ കുന്നിൽ നിന്ന് അടുത്ത കുന്നിലേക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോകാം. നമ്മളെ വലിച്ച് താഴോട്ട് ഇങ്ങനെ ആക്കൂല, ആകർഷണ ശക്തിയില്ല. അപ്പോൾ ഗുരുത്വാകർഷണം ഗുരു ഇവിടെ മാത്രമേ ഉള്ളൂ, ഭൂമിയിൽ മാത്രമേ ഗുരുത്വാകർഷണമുള്ളൂ. അവിടെ മനുഷ്യരുണ്ട്. മനുഷ്യർ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭീമാകാരമായിട്ടുള്ള മനുഷ്യർ, ഒരിടത്ത് ചെന്നപ്പോൾ മനുഷ്യരെല്ലാം മീഡിയം ടൈപ്പ്, എല്ലാം 5 അടിക്ക് താഴെയുള്ള ആൾക്കാർ. ഒരിടത്ത് പോയപ്പോൾ മൃഗങ്ങളെല്ലാം ഉണ്ട്. മൃഗങ്ങൾ എല്ലാം ഉള്ള മൃഗങ്ങൾ, പശുവുണ്ട്. പശുവിനെല്ലാം ഒരു കൊമ്പേ ഉള്ളൂ, ഒറ്റ കൊമ്പേ ഉള്ളൂ. പക്ഷേ ഈ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ ആനയിൽ എത്രയുണ്ട്, വലിയ ഭീമാകാരമായ പശു. അതിൻ്റെ അകിടും ബാക്കി ചെവിയും ബാക്കി എല്ലാം പശു തന്നെ. പക്ഷെ കൊമ്പ് ഒന്നേ ഉള്ളൂ, ഒറ്റ കൊമ്പ്. അപ്പോൾ ഇതെല്ലാം ഓരോ ലോകത്ത്. മരങ്ങൾ കണ്ടു, മരങ്ങളെല്ലാം പച്ച ഇലയുള്ള മരങ്ങളല്ല, പച്ച ഇലയുള്ള മരം ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും പച്ചപ്പല്ല, മരങ്ങളെല്ലാം വേറെ കളറിൽ മരങ്ങളുണ്ട്, ഭീമാകാരമായ മരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മളെല്ലാം വായിച്ചിട്ടും മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയും ഈ 14 ലോകങ്ങളുണ്ട് എന്നൊക്കെ കണ്ടിട്ടുള്ളത്. 14 ലോകങ്ങളിൽ 13 ലോകങ്ങളിലും ജീവനുണ്ട്. ഈ 13 ലോകങ്ങളിലുള്ള ആത്മാക്കൾ സുഖിമാന്മാരാണ്, അവിടെ ഒന്നും ദുഃഖമില്ല. അപ്പോൾ അവിടെ ഉള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ശരിക്കും ഗുരുത്വം വരുത്തി ഇവരെ ഇരുട്ടിലാണ്. അവർ ഇരുട്ടെന്ന് പറഞ്ഞാൽ സുഖത്തിൽ മാത്രമാണ്. അവിടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ടുവന്നാൽ മാത്രമേ ഇവരെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ഒരു ലോകം ഉണ്ടാക്കണം. അതിനു വേണ്ടിയാണ് സോളാർ, നമ്മളെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ലോകങ്ങളിലെല്ലാം സൂര്യനുണ്ട്, ഈ സൂര്യനല്ല. അപ്പോൾ ഈ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഭൂലോകത്ത് മാത്രം ഒരു ലോകം ഉണ്ടാക്കി ഇത്
സൂര്യനിൽ നിന്ന് വന്നതുകൊണ്ട് ഉരുവി തുളച്ച് പൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്, ഇത് തണുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എങ്ങനെ ജീവജാലങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ കിടക്കുന്ന ഭൂമിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ പരാശക്തി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ 3 പേരെയും ദൗത്യം ഏൽപ്പിച്ചു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ദൗത്യം ഏൽപ്പിച്ചിട്ട് 3 പേരെ കൂടെയും പഞ്ചഭൂതങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 5 സ്ഥലത്തിരുന്ന് ശരിക്കും ശിവനെയും ശക്തിയും ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ ആണ് വായുലിംഗം, ട്രിച്ചിയിൽ തിരുവാനക്കാവ് ജലം, ശരിക്ക് കാളഹസ്തി വായു, ചിദംബരം ആകാശം, കാഞ്ചീപുരം മണ്ണ്, തിരുവണ്ണാമല അഗ്നി, ഇവർ 5 പേരെ ഇരുത്തി, ഇവർ 5 മൂർത്തികളെ ഇരുത്തി ഇവർ 5 പേരും ആരെ ശിവനെയും ശക്തി ആരാധിച്ചു. അങ്ങനെ അവിടെയെല്ലാം ശിവശക്തി ക്ഷേത്രങ്ങളാണ്. ആരാധിച്ചിട്ടാണ് ഭൂമി സൈലൻ്റ് ആയത്. പിന്നെയാണ് ജീവജാലങ്ങളെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്, ഞാനീ പറഞ്ഞ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് 5 മഹാക്ഷേത്രങ്ങൾ. അതായത് ആദ്യമുള്ള ക്ഷേത്രങ്ങൾ. ഇതിന് കാലപ്പഴക്കം ആർക്കും കണ്ടുകൂടാ, അറിഞ്ഞുകൂടാ. ഇപ്പോൾ കാളഹസ്തി തന്നെ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് ഇത് പുതുക്കി പണിഞ്ഞത്. അപ്പോൾ എത്ര 1000 വർഷത്തെ പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ. ഓരോരുത്തർ 6000 വർഷം ആയി ഇത് പുതുക്കി പണിഞ്ഞിട്ട് എന്നൊക്കെ പറയണമെങ്കിലും ക്ഷേത്രം ജീവജാലം അന്ന് ഭൂമി ഉണ്ടായപ്പോഴേ ഉള്ള ആരാധനാ സ്ഥലമാണ് ഈ 5 ക്ഷേത്രങ്ങൾ. അതിൽ ശരിക്ക് ആകാശ സ്ഥലമാണ് ചിദംബരം. അവിടെയാണ്, ആ മഹാക്ഷേത്രത്തിനുള്ളിലാണ് സാക്ഷാൽ ചിന്താലേശ ഭഗവാന്റെ ഇത് വച്ച് ആരാധിക്കണമെന്ന് അറിയുക. അപ്പോൾ ഭഗവാൻ ആരാണ്? ചിദംബരേശ്വരൻ്റെ അടുത്ത്, അതും ചിദംബരനാഥനാണ് ഭഗവാന്റെ ഗുരുവായി വന്നതെന്ന് ഭഗവാൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാക്ഷാൽ മഹാദേവനാണ് ഗുരുവായിട്ട് അവതാരം എടുത്തത്. ചിദംബരേശൻ അതെങ്കിൽ ചിദംബരനാഥൻ, അതായത് നിർമ്മാണസ്വാമി, ഭഗവാന്റെ ഗുരു ശരിക്കും മഹാദേവനായിരുന്നു എന്നാണ്. കാരണം ആ കുളത്തിനകത്ത് ഇദ്ദേഹം ഗുരു ഇറങ്ങി പോയാൽ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ കുളത്തിൻ്റെ അടിയിൽ നിന്ന് വരുള്ളൂ. 3 ദിവസമൊക്കെ ജലത്തിന് അടിയിലാണ് ഇദ്ദേഹം ധ്യാനിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ ഓരോ സ്ഥലത്ത് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാള വന്ന് നിൽക്കും. കാളയിലെ പുറത്ത് കയറും. എന്നിട്ട് കാള ഹൈ സ്പീഡിൽ ഇദ്ദേഹത്തിനെയും കൊണ്ടുപോകും. ബാക്കിൽ നിന്ന് ആളുകൾ ഓടി പോയിട്ടുണ്ട് എവിടെയാണ് പോകണമെന്നറിയാൻ. ആര് അത്ര പരമ ഗുരു ആയിട്ട് വന്നത് സാക്ഷാൽ മഹാദേവനാണ്. അപ്പോൾ മഹാദേവൻ ശരിക്ക് ഒരാളിനെ പഠിപ്പിക്കാനായിട്ട് അവതാരം എടുത്ത് വന്നതാണ് ശരിക്ക് പറഞ്ഞ നിർവാണസ്വാമി. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് നോക്കുക. ആ മഹാദേവൻ്റെ അടുത്ത് ശരിക്ക് ആരാധനാമൂർത്തി, ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത് പോലെ ഒരു റൂം കൊടുത്ത് ആ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാനെ വച്ചിരിക്കുകയാണ്. അതാണ് ചിദംബരത്തിൻ്റെ പ്രത്യേകത. അവിടുത്തെ ശക്തി അതാണ്. ഗുരുവിൻ്റെ സമാധിയുണ്ട്, ചിദംബര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഗുരുവിൻ്റെ സമാധിയുണ്ട്. സമാധിയുണ്ട്. അത് അവിടെ ആശ്രമമുണ്ട്. ആശ്രമവും ഭഗവാൻ സ്ഥാപിച്ചതാണ്. അതെല്ലാം ഭഗവാൻ ചെയ്തു. എങ്കിലും അതിനൊക്കെ മുമ്പേ ഗുരുവുമായിട്ട് അത്രയ്ക്ക് ബന്ധവും, ഗുരു അതിനു വേണ്ടി വന്നതാണ്. ഇദ്ദേഹത്തിന് എല്ലാം എപ്പോഴും ഗുരു വേണമല്ലോ എല്ലാത്തിനും. എത്ര അതിന് കൃഷ്ണൻ അവതാരം എടുത്താലും രാമൻ അവതാരം എടുത്തപ്പോഴും ഒക്കെ ഗുരു ഉണ്ടായിരുന്നു. ഗുരു എന്ന് പറയണത് അത് കൂടിയേ തീരുള്ളൂ. ഗുരുത്വം ഇല്ലാത്ത ഒരു സാധനവും നിലനിൽക്കത്തില്ല. അപ്പോൾ ഗുരുത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം ഗുരുവാണ്. പക്ഷെ എന്നാലും ജനങ്ങളെ കണ്ണിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ കണ്ണിൽ അദ്ദേഹം ഒരു ഗുരു വേണം. അതിൽ രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് അയച്ചെല്ലാം പഠിപ്പിച്ചത്. രാമനൊന്നും അറിഞ്ഞോത്തോണ്ട് മഹാവിഷ്ണു എൻ്റെ പൂർണ്ണ അവതാരമാണ് രാമൻ. ബാക്കി അത്രയും പൂർണ്ണ അവതാരമല്ല. കാരണം അനന്തൻ ലക്ഷ്മണനായിട്ട് വന്നു, മഹാലക്ഷ്മി സീതയായിട്ട് വന്നു, ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നനായിട്ട് വന്നു. എല്ലാവരും കൂടി ഇനി വന്ന ഒരു അവതാരമാണ് രാമാവതാരം. എന്നിട്ട് ഭഗവാന് നേരിടേണ്ടി വന്ന മനുഷ്യരൂപത്തിലിരുന്ന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മളെല്ലാം ഞെട്ടിപ്പോകും. മനസ്സിലായില്ല? ഏറ്റവും കൂടുതൽ നമ്മൾ ഭയാനകമായിട്ടുള്ള അവസ്ഥകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അവസാനം സ്വന്തം മക്കളോട് തന്നെ അകന്ന് നിൽക്കേണ്ട അവസ്ഥയും ഇതൊക്കെ വരുത്തിയത് അതാണ്. ഓരോ കുടുംബസ്ഥൻ അനുഭവിക്കേണ്ട അവസ്ഥകളെ അദ്ദേഹം അവതാര പുരുഷനായി വന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം അവസാനം ഗുരുവിനെ തേടി എല്ലാം വന്നെങ്കിൽ അദ്ദേഹം ഗുരുവായി മാറി. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും, പ്രപഞ്ചത്തിൽ ഇതൊക്കെ സംഭവിക്കും എന്ന് അദ്ദേഹം യോഗത്തിന് മുമ്പ് കാണിച്ചു തന്നിട്ട്
പോയതാണ്. അതുപോലെ തന്നെ അങ്ങ് ഇവിടെ രുദ്രത്തിന് ഭഗവാനെ കാണാൻ പോയല്ലോ, അതെങ്ങനെ? വൈകുന്നേരം ഞാനിവിടെ നേരെ പാറശാല പോയി. പാറശാല എന്നിട്ട് അദ്ദേഹം താമസിക്കുന്ന അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ റോഡിലായാലും മഴയായാലും ഞാൻ അദ്ദേഹം സാഷ്ടാംഗങ്ങളായി. എന്നിട്ട് മഴയാണല്ലോ, നീ ചെളിയായാലല്ലോ, കൂടെ വാങ്ങുമായി കൂടെ എന്നെ കൂടെ കൊണ്ട് ഇദ്ദേഹം പോകണത്തെല്ലാം കൊണ്ടുപോകാനത് ഭയങ്കര എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അതിശയം. മറ്റൊരു കാര്യം വിളിക്കില്ല, ഞാൻ മാത്രം ഇങ്ങനെ കൂടെ എൻ്റെ ഏട്ടൊരു കാണും ഇങ്ങനെ ഞാൻ എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് പറയും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളണം കേട്ടോ. പോകുന്നപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത് അവിടെ ഈ പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം വാങ്ങിച്ച് കഴിച്ചോളണം. ശരി, അടുത്ത ദിവസം വീണ്ടും കാണും, വന്നോ. അങ്ങനെ നമ്മളുടെ ഒരു ഭയങ്കര കളക്ഷനാണ് ഇദ്ദേഹം. ഈ അതിരുദ്രം പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് മഹാജ്യോതിഷികളെ കൊണ്ട് അവിടെ പ്രശ്നം വെച്ച സമയത്ത് ഒഴിവിൻ്റെ അല്ല, അവിടെ ഭയങ്കരമായ വിപത്തുകളുണ്ടാവും അതിരുദ്രം നടന്നാൽ. അതായത് മരണങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കണ്ടു. അപ്പോൾ അതിനെന്തെങ്കിലും അതിരുദ്രം അവർക്ക് ചെയ്യണം എന്ന് ക്ഷേത്ര കമ്മിറ്റി എല്ലാവരും തീരുമാനമെടുത്തു. പക്ഷേ അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അപ്പോൾ നമുക്ക് മൃത്യുഞ്ജയം ചെയ്തോ, നമ്മളിപ്പോൾ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവിടെ ദുരിതം കണ്ട നമ്മൾ പറയും നിങ്ങളൊരു ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ചെയ്തിട്ട് ബാക്കി പൂജകൾ തുടങ്ങിക്കൊള്ളൂ. അപ്പോൾ വിഘ്നം മാറി അരിഷ്ടതയും മാറിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം പ്രശ്നത്തിൽ അതിനൊന്നും പരിഹാരം കാണുന്നില്ല. അപ്പോൾ അവർ ജ്യോതിഷി പറഞ്ഞു, ഇവിടെ ഈ ഭൂമിയിൽ ഒരു അവതാര പുരുഷനുണ്ട്, അത് ത്യാജോമയനായ ഒരു ശിവ തുല്യനായ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ ഇവിടെ അഗീതം മാറിക്കിട്ടും. അപ്പോൾ ഇവർ പറഞ്ഞു അത് അവർക്ക് ഭഗവാനെ അറിഞ്ഞുകൂടാ, ഈ പ്രശ്നം വെച്ച പ്രശ്നകർത്താവിനെ അറിഞ്ഞുകൂടാ. അദ്ദേഹം ദിശയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്ര ദൂരത്തിൽ ഇന്ന ദിശയിൽ ഒരാളുണ്ട്, എളിമയായി പുല്ലിനേക്കാൾ എളിയവനായി തറയിൽ ഇങ്ങനെ പായും വിരിച്ച് കിടക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ തിരക്കിപ്പോൾ ഇന്നാരാണോ നിങ്ങളെ കണ്ട ആൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായാൽ ഇവിടെ ഒരു അഹിതവും വരില്ല. അങ്ങനെ എല്ലാ പേരും കൂടി ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ അഭയം തേടി. അദ്ദേഹം പറഞ്ഞു ഞാനിതൊന്നും വരില്ല, നിങ്ങൾ അതിരുദ്രം നടത്തേ, നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയൊക്കെ ചെയ്യും, അതിന് എനിക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ചെന്ന ഭഗവാന്റെ അടുത്ത് ആവശ്യപ്പെടുകയും അഭയം തേടുകയും കരയുകയും ഞങ്ങൾക്കിത് ചെയ്യണം ഭഗവാനെ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് എങ്കിൽ ഞാൻ വരാം. അങ്ങനെയാണ് ഭഗവാൻ ആ അതിരുദ്രം തീരുന്നത് വരെ അവിടെ ചെലവഴിച്ചത്. അവിടെ ഒരഹിതവും ഉണ്ടായില്ല. അവിടെ അതിനുശേഷം ആ ക്ഷേത്രം നാൾക്ക് നാൾ ഉയർച്ചയിലേക്ക് പോയി. ഇപ്പം അവിടെ അന്ന് വരുമാനമില്ലാതെ ഇരുന്ന ക്ഷേത്രമാണ്. വരുമാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഭഗവാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തത്. ഇദ്ദേഹം ചെന്നിരുന്നുകൊണ്ട് ഭഗവാൻ അവിടെ വന്നല്ലോ. സാക്ഷാൽ ഭഗവാൻ അവിടെ വന്ന സ്ഥിതിക്ക് പിന്നെ അതിന് ശക്തി വരുമെന്നുള്ള സംശയം വേണ്ട. അതുകൊണ്ട് അത്ര പവർഫുള്ളായിട്ട് നടന്ന ഒരു രുദ്രമാണ്, ഭഗവാന്റെ സാന്നിധ്യത്തിൽ നടന്നതാണ് ശരിക്ക് ആ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന അതിരുദ്രം. സാറ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിപ്പം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശിഷ്യന്മാരാരും ഉള്ളതായിട്ട് അറിയില്ല. പക്ഷെ മാനസ ശിഷ്യനായിട്ട് അങ്ങ് ആണ് ഉള്ളത്. ശിഷ്യനല്ല എന്ന് വെച്ചാൽ സാർ ഭഗവാന്റെ ഇപ്പോൾ ഭഗവാൻ കേട്ടോണ്ടിരിക്കുകയാണ് ഈ മുറിയിൽ. ഇപ്പോൾ സാറ് ഇതിനകത്തിരിക്കുമ്പം അറിയാം ഇതിനകത്ത് ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പം സാറ് പറഞ്ഞാൽ ഈ റൂം ഈ പൂജാമുറി ഉണ്ടാക്കുന്നത് സ്വാമി സമാധിയൊക്കെ ആവുന്നതിന് ഒരുപാട് മുമ്പാണ്. ഭഗവാൻ സമാധിയൊക്കെ ആവുന്നതിന് ഞാൻ ഈ വീട് പണിയുന്ന സമയത്ത് എൻ്റെ ഒരാഗ്രഹം ഭഗവാന് ഒരു ഇരിപ്പിടം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് എല്ലാ പേരും വീടുകളിൽ പൂജാമുറി വയ്ക്കും. അപ്പം നമ്മളെ ബെഡ്റൂം വലിയ ബെഡ്റൂം, വലിയ ഹാള്, വലിയ അടുക്കള, വലിയ ദൈവത്തിന് മാത്രം എവിടെയെങ്കിലും വേസ്റ്റായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് മൂലയിൽ ഒതുക്കി വെക്കും. ഇത് പൂജാമുറി എന്ന് പറഞ്ഞ് പൂജാമുറി ഒതുക്കും. ദൈവം ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല, ദൈവം ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. അപ്പോൾ ഞാൻ ജ്യോതിഷ്യനാണ്, വാസ്തു നോക്കാൻ പോണ ആളാണ്, വാസ്തു കൺസൾട്ടൻ്റാണ്, ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പറഞ്ഞ വീട്ടിൽ പൂജാമുറി വയ്ക്കരുത്, പൂജാമുറിയിൽ ആവശ്യമില്ല. പൂജാമുറി വയ്ക്കുന്നെങ്കിൽ ദൈവത്തിന് അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂജാമുറി വയ്ക്കണം.
അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് പൂജാമുറി? ഭഗവാനെ വിളിക്കാൻ വേണ്ടി പൂജാമുറി ഒന്നും വേണ്ട. നിങ്ങളൊരു അന്തിക്ക് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അശുദ്ധിയുള്ള വീടുകളാണെങ്കിൽ പോലും ശകല ഉപ്പുവെള്ളം തളിച്ചിട്ട് നിങ്ങളൊരു നിലവിളക്കും കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാന്റെ പ്രശ്നം അവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടാവും. നിങ്ങൾ അത് മതി. അല്ലാതെ നിങ്ങൾ പൂജാമുറി വയ്ക്കരുത്. വയ്ക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെതായ ഇത് പ്രാധാന്യം കൊടുക്കണം. അപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇവിടെ വീട് വയ്ക്കുന്ന സമയത്ത് പൂജാമുറി പണിയണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അപ്പം ഭഗവാൻ നിന്ന് പറയുമായിരുന്നു, ഈ 2 സാധനങ്ങൾക്ക് പിള്ളേ ഈ നമ്മളെ ശബ്ദ തരംഗത്തെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട്. എന്തിനൊക്കെയെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല ഭഗവാനെ. ഒന്ന് കല്ലിന്, അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ബാക്കിയെല്ലാം കല്ലിൽ നിർമ്മിക്കുന്നത്. മറ്റൊന്ന് തടിക്ക്. ഈ 2 സാധനങ്ങൾക്ക് മാത്രമേ മന്ത്രതരംഗങ്ങളെ, ശബ്ദ തരംഗങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ വഴുതക്കാട് വീട് വെച്ചു. ഞാൻ വെച്ച വീടാണ് വെച്ചു. അവിടെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള സൗകര്യമില്ല. പിന്നെ ഞാൻ ഈ വീട് വയ്ക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഈ മുകളിലത്തെ നിലയിലെ സ്ഥലമുള്ളൂ. ഈ മുകളിലത്തെ നിലയിലേക്ക് പൂജാമുറിയിലേക്ക് കല്ല് കയറ്റുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇടിഞ്ഞു വീഴും. താഴെ എത്രത്തോളം ബലമുണ്ട് എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കല്ല് കൊട്ടാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് കംപ്ലീറ്റ് തടിയിലുണ്ടാക്കാം. ഈ ചെവിരൊന്നുമില്ല. ഇത് ചെവിരല്ല സാർ, വെറും തടിയിലാണ് ചെവിരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ഭയങ്കര ഇതാണ്. കാരണം നാളെ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ ഈ തടിയാണ്. അത് എത്ര കാലം ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുള്ള കാലം വരെ അങ്ങനെ ഞാൻ പൂജാമുറി ഉണ്ടാക്കി. അപ്പം പൂജാമുറി എൻ്റെ മുറിയേക്കാൾ പൂജാമുറി ഉണ്ടാക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുറിയിൽ AC വെച്ച്, മുറിയിൽ AC വെച്ചു. കാരണം ഈ പലപ്പോഴും ചൂട് താങ്ങാൻ പറ്റില്ല. കാരണം AC-ലിരുന്ന് കൺസൾട്ടേഷൻ, AC കാറിൽ സഞ്ചാരം, വിദേശത്ത് പോകുമ്പോൾ AC, ഇതെല്ലാം കൂടി വന്ന് ഈ പ്രപഞ്ചമായിട്ട് പ്രകൃതിയായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അതായത് ചൂടിനെ അതിജീവിക്കാനുള്ള അത് പോയി ശരീരത്തിൽ നിന്ന്. ഇപ്പൊ ചൂട് ശകലം അടിച്ചാൽ തന്നെ ഞാൻ കുഴഞ്ഞു പോകും, തളർന്നു പോകും. കാരണം പണ്ട് എത്ര വെയിലത്ത് നമ്മൾ ആശ്രമത്തിൽ കിടക്കുന്ന സമയത്ത് നടന്നാലും ഒന്നും ബാധിക്കില്ല. ഇപ്പം ചൂട് താങ്ങാൻ വയ്യ. കാരണം നമ്മളെ ശരീരത്തിനുള്ള ആ പവർ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി, ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ ഒരു AC വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ AC വെച്ചത്. പൂജാമുറിയിൽ ഞാൻ AC വെച്ച് കൊടുത്തു. കാരണം എനിക്ക് AC വെച്ച് കിടക്കണം, ഭഗവാന് AC വേണ്ട, ഈ ചൂടിലിരുത്തണം. ദൈവങ്ങളൊക്കെ എന്ത് സഹിക്കണം എന്നറിയാമോ? ഈ ഓരോ അമ്പലങ്ങൾക്കകത്ത് ഒന്നാമത് അതിനകത്ത് ചൂട് കൊണ്ടിരിക്കാൻ വയ്യ. എന്നിട്ടാണ് ഇവർ ഒരു 5 പ്രാവശ്യം ദീപാരാധന. ഈ ദീപാരാധനയുള്ള ചൂടും എല്ലാം കൂടി കൊണ്ട് ദൈവം ഇതിനകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ഞാൻ ചെന്ന് ഇതിങ്ങനെ നിൽക്കാൻ, എല്ലാവരും ദൈവത്തെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഇതേ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഈ ഭക്തന്മാർക്ക് ഇത്രയും അനുഗ്രഹം ചൊല്ലാൻ വേണ്ടി ഇരിക്കുന്നത് ഈ ചൂടിനകത്ത്. നമുക്ക് പോലും 2 മിനിറ്റ് ഈ പോറ്റുമാരി തന്നെ ദീപാരാധന ചെയ്ത് കുളിച്ചാണ് ഇറങ്ങി വരുന്നത്. പറയാൻ വേണ്ടി കുളിച്ചാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇതിനകത്ത് മൊത്തം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് അങ്ങനെയൊന്നും ഭഗവാൻ അതിനകത്ത് കയറിയിരിക്കില്ല. എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചൈതന്യം അതിനകത്ത് വരുമല്ലോ. ദീപാരാധന ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പം ആ വിഗ്രഹത്തിലേക്ക് ദൈവ ചൈതന്യം വരും. ഈ ദൈവ ചൈതന്യം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വന്ന് പ്രാർത്ഥിക്കുന്ന ഏത് ഭക്തനാണ് ഭക്തൻ എന്ന് അറിഞ്ഞുകൂടാ. ആ ഭക്തൻ പ്രാർത്ഥിച്ച വിഗ്രഹത്തിൽ വന്നേ പറ്റുള്ളൂ ഭഗവാൻ. അതുകൊണ്ടാണ് ആളുകൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ ആ ക്ഷേത്രത്തിനാണ് പവർ കൂടുതൽ. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ പവർ ഇവിടെയുള്ള ഒരു കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാണൂല. ശബരിമലയുടെ പവർ ഇവിടെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ കാണൂല. മൂകാംബികയിലെ പവർ ഇവിടെയുള്ള ദേവി ക്ഷേത്രത്തിൽ കാണൂല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അത്ര ഭക്തർ പ്രാർത്ഥിക്കുന്ന പല ടൈപ്പിലുള്ള ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഗ്രഹത്തിലേക്ക് ഭക്തൻ ജീവൻ കൊടുക്കുകയാണ്. ഈ ഭക്തന് വേണ്ടിയിട്ട് അമ്മ ആ വിഗ്രഹത്തിൽ വരും. അപ്പോൾ വിഗ്രഹത്തിൽ നോക്കിയല്ലേ പ്രാർത്ഥിക്കുന്നത്, അതിലേക്ക് അത് ഭഗവാൻ ആ ചൈതന്യം വരും. ചൈതന്യം വരുമ്പോൾ അതിന് പവർ കൂടും. അങ്ങനെയാണ് മഹാക്ഷേത്രങ്ങൾക്ക് അങ്ങനെ പവർ കൂടുന്നതനുസരിച്ച് ദീപാരാധന കൂടുതൽ വേണം. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ശബരിമലയാണെങ്കിൽ 20-25 ദീപാരാധനയാണ്. ഗുരുവായൂർ അതേപോലെ. അവർക്ക് സാധാരണ രാവിലെയും വൈകുന്നേരം ഒരു ദീപാരാധന കൊടുത്താൽ പോരാ. കാരണം അത്രയ്ക്ക് പവറാണ് അത് വേണം. അപ്പോൾ അത്രയും പവർ, അത്രയും നെഗറ്റീവ് മാറണം. ഈ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നെഗറ്റീവ് കയറും. നെഗറ്റീവിനെ അത്രയും കത്തിച്ച് കളയണ്ടേ? അതിനു വേണ്ടിയാണ് ഇത്രയും ദീപാരാധന ചെയ്യണേ. അങ്ങനെ ഈ പൂജാമുറി സ്ഥാപിച്ചു. പൂജാമുറി പണിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ഷേത്രമായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അതിലാണ് ആ കാണുന്ന ക്ഷേത്രം.
അത് തടിയിൽ ക്ഷേത്രം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുവഴി കയറ്റിയതാണ്. ഈ ചെവിരൊക്കെ വയ്ക്കുന്നതിന് മുമ്പ്, അല്ലാതെ ഇതിന് ക്ഷേത്രത്തിനെ കയറ്റാൻ പറ്റൂല. വലിയ ബേസ്മെന്റ് തടിയാണ്. അപ്പോൾ അത് കള്ളിക്കാട് വെച്ച് അവിടെ എനിക്ക് ആശ്രമത്തിൻ്റെ അടുത്ത് വീടുണ്ട്, അവിടെ വെച്ചാണ് എല്ലാം പണിഞ്ഞ് ഇങ്ങ് കൊണ്ടുവന്നിട്ട് ആദ്യം ഭഗവാന്റെ ഭഗവാന്റെ അത്രയും ഹൈറ്റിലുള്ള പടം ഉണ്ടാക്കിയിട്ട് ആ പടത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ക്ഷേത്രം പണിഞ്ഞ് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു ദിവസം കള്ളിക്കാട് വാർഷികം, ഈ പണി ചെയ്ത ശില്പി ആശാരി സ്വാമിയെ ഡയറക്റ്റ് കണ്ടിട്ടില്ല. അദ്ദേഹം ആ ഏരിയക്കാരനാണ്, പക്ഷെ ഭഗവാന്റെ മുമ്പേ ഒന്നും ചെന്ന് വിട്ടിട്ടില്ല. പലരും വെളിപാട് അകലെ ഉള്ളവർ വരെ ഭഗവാനെ കണ്ടിട്ടില്ല, എന്നുവെച്ചാൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ടില്ല അവർക്ക്. അതാണ് അതിന്റെ സത്യം. എവിടെയെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ളവർ വന്ന് ഭഗവാനെ കണ്ടിട്ടുണ്ട്, മറ്റ് രാജ്യത്തുള്ളവര്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ അടുത്തുള്ളവർ, വെളിപാട് അകലെയുള്ളവർ ഭഗവാനെ കണ്ടിട്ടില്ല, ഭഗവാൻ ദർശനം കൊടുത്തിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം ദൂരെ നിന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഭഗവാൻ ഇങ്ങനെ നിന്നിട്ടോട്ട് അങ്ങേരെങ്കിൽ വിളിക്കാൻ പറഞ്ഞു, പോണ ആളിനെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നവർ അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം പേടിച്ച് സ്വാമി വിളിക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ സ്വാമിയെ കണ്ടിട്ടില്ല, സ്വാമിയായിട്ട് സംസാരിച്ചിട്ടില്ല, സ്വാമി വിളിക്കാൻ നോക്കിയപ്പോൾ ഇയാൾ പേടിച്ചു പോയി. ഇയാൾ വന്നു, നിങ്ങളാണ് പിള്ളേരെ അവിടെ ക്ഷേത്രം പണിഞ്ഞത്, ഏതളവിലാണ് പണിഞ്ഞത്? ഇന്ന അളവിലല്ലേ? അപ്പോൾ ഇവിടെ ഈ പണിയണത് എല്ലാം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം സാർ ഇപ്പോൾ 200ഓളം എപ്പിസോഡായി. 200 എപ്പിസോഡായി. ഇതിൽ എത്രയോ പരമഭക്തന്മാർ ഈ മുറിയിൽ പ്രവേശിക്കാനിട വന്ന്, അപ്പം അങ്ങേപോലെയുള്ള ഭഗവാന്റെ പരമഭക്തന്മാർ ഈ മുറിയിൽ. അപ്പോൾ ഭഗവാൻ ഇത് നേരത്തെ കണ്ടതാണ്. എന്നെ കൊണ്ട്, ഞാൻ ജ്യോതിഷിയാണ്, ഇതാണ്, ഞാൻ ഇത്തരം കാര്യമൊന്നും ചിന്തിച്ചിട്ട് വെച്ചതല്ല. പക്ഷെ അത് ഭഗവാൻ നേരത്തെ പ്ലാൻ ചെയ്തു. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഈ ചാനലിനെ കുറിച്ചൊക്കെ എനിക്ക് എന്ന് വെച്ചാൽ ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ അടുത്തേക്ക് ആളുകൾ കൂടുതൽ വരണം. എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് സാർ കൂടുതൽ വരാൻ സമ്മതിക്കാതിരുന്നത്? ഈ ഭഗവാൻ ഭയങ്കര ദയാലുവാണ്. ഇപ്പോൾ സാർ ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നു, അദ്ദേഹം വന്ന് ഒരു സങ്കടം പറയുമ്പോൾ ഭഗവാൻ അതങ്ങ് എടുക്കും. ഭഗവാൻ ഒരു പ്രത്യേകത, ഭഗവാൻ അങ്ങ് എടുക്കും. ഇത് മെഡിക്കൽ കോളേജ് വിട്ട കേസാണ്, ഇത് അങ്ങനെയൊക്കെ. ഇതൊക്കെ കർമ്മഫലങ്ങളാണ്. ഈ അനുഭവിക്കുന്ന ഒന്നും അവരുടെ ഫലമല്ല, മുൻജന്മ കർമ്മഫലമാണ്. കർമ്മഫലം ആരെടുത്താലും അവരിത് അനുഭവിക്കേണ്ടി വരും. അതെടുത്തിട്ടുള്ള മഹാത്മാക്കൾ എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ ഒരു ക്യാൻസർ എടുത്താണ്. ക്യാൻസർ അമ്മയുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇരുന്ന് അമ്മയുമായിട്ട് നിരന്തരം കഥ പറയുന്ന ആളാണ്. അമ്മയെ ഗുരു ആയിട്ട് കണ്ടുകൊണ്ട്, ഗുരു ആയിട്ട് അമ്മ നിന്നുകൊണ്ട് ഓരോ നിർദ്ദേശം കൊടുക്കുകയാണ്. അമ്മ തലേദിവസവും വന്ന് പറഞ്ഞു, നാളെ ഒരാൾ വരും, നീ അത് കർമ്മവ്യാധിയാണ്, നീ അതിൽ കൈവയ്ക്കരുത്. ഇദ്ദേഹം വന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതുവരെ മറന്നുപോയി. അതാണ് ഈ മഹർഷിവര്യന്മാർ, ഒരു ദയാലുക്കളാണ്. അപ്പോൾ അതിനെ അങ്ങ് എടുത്തപ്പോൾ അമ്മ പറഞ്ഞു, നീ എടുത്തല്ലോ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാം, നീ അങ്ങ് അനുഭവിച്ചോ. പിന്നെ അമ്മയെ കാണുന്നത് മരണസമയത്താണ്, മനസ്സിലായി? അതുകൊണ്ട് ഇവരെല്ലാം ദയാലുക്കളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആളുകളെ അകറ്റി നിർത്തിയത്. ഈ വരണവരെല്ലാം ഭഗവാന് സുഖമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വരണമല്ല, നമ്മളെ സുഖത്തിന് വേണ്ടി വരെയാണ്, നമ്മളെ ദുരിതം കൊണ്ട് ഇറക്കി കൊടുക്കാൻ വരെയാണ്. ഈ കൊണ്ടുവരുന്ന ദുരിതങ്ങളെന്ന് പറയുന്നത് എത്ര വലിപ്പമുള്ളതെന്ന് വിളിച്ചോണ്ട് വരുന്ന സാറിനും അറിഞ്ഞുകൂടാ. ഇവൻ എന്ത് മഹാഭാവിയാണെന്നും സാറിന് അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. നമ്മളൊരാൾ ഭഗവാനെ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മനസ്സുകൊണ്ട് തമ്പുരാനെ കാണുമ്പം അല്ല ഭഗവാനെ കാണിട്ട് നമുക്ക് കാണാൻ പറ്റിയല്ലോ, ഭഗവാനെ കാണിട്ട് എന്ന അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോയി. ഇന്ന് ഭഗവാൻ അങ്ങനെയല്ല. ഇന്ന് ഭഗവാൻ ഈശ്വരനെ ലഭിച്ചിരിക്കുകയാണ്, ഈശ്വരനായിട്ടിരിക്കുകയാണ്. ഇന്ന് ഭഗവാന് ലിമിറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ സാർ? അന്നും ഇന്നും തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനും ഇന്ന് ഈ ചാനലിലൂടെ പരമഭക്തരെ അവിടെ കൊണ്ടെത്തിക്കാനും അവർക്ക് അനുഗ്രഹം കിട്ടാനും മഹാവ്യാധികൾ മാറിക്കിട്ടാനും ഒക്കെ ഈ വർഷങ്ങൾ കൊണ്ട് സാധിച്ചു. അതിന് കാരണമായിട്ടെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് അന്ന് ചെയ്യാൻ സമ്മതിക്കാതെ ഇരുന്നത്. ഭഗവാൻ ഒരു ഫോട്ടോയിലൂടെയോ ഒരു വീഡിയോയിലൂടെയോ, ഭഗവാന്റെ ഒരു വീഡിയോ പോലും നമുക്ക് ഭഗവാന്റെ ഒരു സൗണ്ട് പോലും കേൾക്കാൻ മഹാഭാഗ്യം ഇല്ലാത്തവരാണ്. തീർച്ചയായിട്ടും. കാരണം ഭഗവാൻ അതിനെ അനുവദിച്ചില്ല. അപ്പോൾ നമ്മളെ കയ്യിലില്ല. ഇന്നിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാന്റെ ഒരു വോയിസ് എങ്കിലും ആളുകൾക്ക് കേൾക്കാം ഇനിയുള്ള തലമുറയ്ക്ക്. സാറ് ഇതുപോലെ ആരും ചെയ്തില്ലെങ്കിൽ, ഇപ്പം സാറ് കണ്ടു, ഞാൻ കണ്ടു, ഈ കാണാത്ത
കുട്ടികൾ ഇനിയിപ്പം ഇപ്പോൾ 5 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ അവർ ഭഗവാനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ താഴെ ഇരിക്കണ നമ്മളെ കൊച്ചുമോൻ, അവൻ ഭഗവാനെ കണ്ടിട്ടുണ്ട്, അവന് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഭഗവാനെ കണ്ട ഓർമ്മയുണ്ട്. അപ്പം ഞാൻ അവനെ കാണിക്കാൻ പോകുമ്പം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 5 തലമുറ കണ്ടുള്ളേ. കാരണം എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ ഭഗവാൻ കുറച്ച് ദിവസം താമസിച്ചു. അപ്പൂപ്പൻ്റെ വീട്ടിൽ കള്ളിക്കാട്ട് വന്ന സമയത്ത് താമസിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ സമകാലികനാണ്, ഒരേ പ്രായക്കാരായിരുന്നു, അച്ഛനുമായിട്ട് എത്ര കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ, എൻ്റെ മക്കള്, അതിൻ്റെ മക്കള്, അപ്പോൾ 5 തലമുറ. എൻ്റെ അച്ഛൻ പോലും കണ്ടില്ല, എൻ്റെ അമ്മ പോലും കണ്ടില്ല, ഭഗവാൻ 5 തലമുറ കണ്ട്. എന്നുവെച്ചാൽ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയി. പിന്നെ അങ്ങയുടെ ഇതിൽ നേതൃത്വത്തിൽ ചണ്ഡ്യ ഹോമം മൂകാംബികയിൽ നടത്താൻ എന്തെങ്കിലും കാര്യമുണ്ട്? സാർ, ഞാൻ ചണ്ഡ്യ ഹോമം ഇപ്പം ചണ്ഡ്യ ഹോമം കഴിഞ്ഞ് ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ രാവിലെ എത്തിയേ ഉള്ളൂ. ഞാൻ നേരത്തെ ഉള്ള ഞാൻ ഇന്ന് രാവിലെ ചണ്ഡ്യ ഹോമം കഴിഞ്ഞ് എല്ലാ മാസവും മകൻ നക്ഷത്രത്തിന് ഭഗവാന്റെ നാളിന് അവിടെ ചണ്ഡ്യ ഹോമം നടത്തിയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ 219ാമത്തെ ചണ്ഡ്യ ഹോമം ചെയ്തിട്ട് രാവിലെ എത്തിയതേ ഉള്ളൂ. ഞാൻ ആ ട്രെയിനിൽ നിന്ന് വന്ന ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ സാറ് ചോദിച്ച ചണ്ഡികാ ഹോമം ചെയ്യുന്നത് ഭഗവാനാണ് എന്നെ ചണ്ഡികയിലെടുത്ത് കൊണ്ടുപോകണേ. ഒരുപാട് മഹാക്ഷേത്രങ്ങളിൽ ഭഗവാനാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുപോയി അവിടെ നിന്ന് ഗുഡജാത്രിയും ചിത്രമുല ഗുഹയും ഒക്കെ നടന്നാണ് പോയത്. അപ്പോൾ എനിക്ക് 10-15 വയസ്സ് പ്രായമുള്ള സമയത്ത് ഭഗവാന്റെ നടന്നു പോയതുകൊണ്ട് ഇത്രയും ദൂരം ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴറിയാം. ചിലപ്പോൾ ഞാൻ എല്ലാ ദൂരവും നടന്ന് കാണില്ല, ഭഗവാന്റെ കൂടി പോയതുകൊണ്ട് പകുതി നടന്ന് കാണില്ല. കാരണം അവർ ചിലപ്പോൾ മലവേഗത്തിലൊക്കെ പോകും നമ്മളിങ്ങോട്ട് തൂക്കിക്കൊണ്ട്. അപ്പോൾ പോയി ചെന്ന് കാണുന്ന സമയത്ത് ഭഗവാൻ മൂകാംബി അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സ്ട്രൈക്ക് ചെയ്ത് നിന്നു. മൂകാംബി അമ്മയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, പിള്ളേ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചി ഉണ്ടല്ലോ, ഒരു വല്ലാത്ത അമ്മച്ചിയാണ്. ആ താഴെ ഇരിക്കുന്ന കണ്ടോ നോക്കിയപ്പോൾ സ്വയംപുലുങ്ങ ഇരിക്കുകയാണ്. സ്വയംഭൂ അമ്മയല്ല, താഴെ സ്വയംപുലുങ്ങ ഇരിക്കുകയാണ്. അത് ആരെന്നറിയാമോ? അത് മഹാദേവനാണ്, അമ്മയുടെ മൂത്ത മോനാണ്. മറ്റ് 2 മക്കളും ഇവിടെയുണ്ട്. ത്രിദേവിമാരും ത്രിമൂർത്തികളും അമ്മയ്ക്ക് കാവലിരിക്കുകയാണ്. ഇവിടെ സഹസ്രതലത്തിലിരിക്കുന്ന ചണ്ഡികയാണ്. ഈ അമ്മയ്ക്ക് പറ്റാത്തതായി ഒന്നുമില്ല പിള്ളേ എന്ന് ഭഗവാൻ ഒരിക്കൽ പറഞ്ഞു. ഞാനതൊക്കെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഭഗവാന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. നാട് മൊത്തം ചില അസുഖം, ഇങ്ങനെ ചിക്കൻ ഗുനിയ ഇങ്ങനെ പിടിച്ചു എല്ലാവർക്കും വന്നു. ആശ്രമത്തിൽ പലർക്കും വന്നു. വന്ന സമയത്ത് പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, ഇതൊരു പകർച്ചവ്യാധിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മൊത്തവും സ്വാമി അങ്ങെടുത്ത്. പിന്നെ ആർക്കും വന്നില്ല, ആശ്രമവുമായി ബന്ധപ്പെട്ട് ഒരാളിനും വന്നില്ല. നാട് മൊത്തം പാർന്നപ്പോഴും ഭഗവാൻ ചിക്കൻ ഗുനിയ വന്നിട്ട് ഭഗവാന് നടക്കാൻ വയ്യാതെയായി. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് ഭഗവാൻ പിടിച്ചു നടത്തുന്ന അവസ്ഥ എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഭഗവാൻ എൻ്റെ കൂടെ പറഞ്ഞ ഓർമ്മ പറഞ്ഞ്, അങ്ങിരിക്കുന്ന അമ്മച്ചി ഉണ്ടല്ലോ പിള്ളേ, അവർക്ക് പറ്റാത്തതായി ഒന്നുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞ ആ ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ നേരെ മൂകാംബികയ്ക്ക് വിട്ടു, ചെന്ന് പ്രാർത്ഥിച്ചു. അതിന് മുമ്പ് പോവും ഒക്കെ പൂജയൊക്കെ ചെയ്യും, ഓരോ വല്ലപ്പോഴൊക്കെ പൂജയൊക്കെ ചെയ്യും. അതിനുള്ള നിവൃത്തിയൊന്നുമില്ല സാർ. അപ്പം ഒരു പൂജയൊക്കെ ചെയ്യും വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അവിടെ ചെന്ന് ചണ്ഡികാ ഹോമമാണ് ഏറ്റവും. അപ്പോൾ ചണ്ഡികാ ഹോമത്തിന് ഭഗവാന്റെ പേരിന് ചണ്ഡികാ ഹോമം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് 19 വർഷവും 1 മാസവുമായി കണ്ടിന്യൂസ് ചെയ്യാണ്. 19 വർഷം കഴിഞ്ഞു. മൂകാംബിക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് സ്വാമിയുടെ പേരിന് എല്ലാ മാസവും പക്കനാളിന്, അപ്പം ഭഗവാൻ കുറേ ആയപ്പം പറഞ്ഞു, വേണ്ട പിള്ളേ ഇനി അതിൻ്റെ എനിക്ക് ഒരുപാട് ഇതൊക്കെ ചെയ്തു. പിന്നെ ഒരു ദിവസം ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യണമെങ്കിൽ പിള്ള എൻ്റെ പേര് ആയിക്കോട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും പറഞ്ഞ് ചെയ്യുക. ഞാൻ ഇന്ന് വരെ സാർ ഈ തമ്പുരാൻ്റെ മുമ്പേ ഇരുന്ന് പറയാണ്, ഞാൻ എൻ്റെ നാളും പേരും വെച്ചോ എൻ്റെ മക്കളുടെ നാളും പേരും വെച്ചോ ഞാനൊരു അർച്ചന പോലും ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ, സംരക്ഷകനായിട്ട് ഭഗവാനുണ്ട്. ഭഗവാന് ചെയ്യുമ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് എല്ലാം ഗുണം വരും. അതിലൊരു വിഹിതം എനിക്കും കിട്ടുമല്ലോ സാർ. ഇന്നത്തെ ദിവസം ഞാൻ ചോദിക്കാൻ തന്നെ ഒരു 100%. അങ്ങനെയാണ് ആ ചണ്ഡിക യാഗം തുടങ്ങിയത്. പിന്നെ ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഭഗവാൻ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചത് പിന്നെ ഇങ്ങനെ ഭഗവാന്റെ നാളിൽ ചെയ്യും. ഭഗവാന് പിന്നെ നാളില്ലല്ലോ. ഭഗവാന് നാളുണ്ട്,
ഭഗവാൻ ജീവിച്ചിരിക്കുകയാണ്. മരിച്ചവർക്കാണ് നാളില്ലാത്തത്, മരിച്ച നാളെടുക്കുന്നത്. ഭഗവാൻ മരിക്കൂല. ഭഗവാൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്, ജീവസമാധിയിലിരിക്കുകയാണ്, ശരീരം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പരബ്രഹ്മം ഒരു നാളിൽ ഇവിടെ വന്നു. ആ നാള് തന്നെയാണ് ഭഗവാന്റെ നാള്. ഇപ്പം വിഷ്ണു തിരുവോണ നക്ഷത്രത്തിൽ വന്നു, ശിവൻ തിരുവാതിര നക്ഷത്രത്തിൽ വന്നു. അന്ന് ഏതെങ്കിലും അവതാരം എടുത്ത അവതാര പുരുഷന്മാർ വന്ന അതൊന്നും അല്ലായിരിക്കുമല്ലോ. നാള് ശിവൻ വന്നതിന് ശേഷം അല്ലേ നാളുകൾ ഉണ്ടായത്. അല്ലാതെ നാളുണ്ടോ? ഭഗവാൻ വന്നപ്പോൾ നാളുണ്ടോ? ഇല്ല. ദക്ഷപ്രജാപതിയുടെ മക്കളായിട്ടല്ലേ നക്ഷത്രങ്ങളെല്ലാം ജനിച്ചത്. അപ്പോൾ പിന്നെ നക്ഷത്രങ്ങളുമായിട്ട് എന്ത് ബന്ധം? അപ്പോൾ ഇവർക്കൊന്നും നാളില്ല. എന്നാലും അവർ അങ്ങനെ ഒരു നാള് ഇവിടെ ഭൂമിയിലേക്ക് അവതാരം എടുത്തുകൊണ്ട് അവതാര നാളായിട്ട് നമ്മൾ അതിനെ എടുക്കുന്നു മാത്രമേ ജന്മനാളായിട്ട്. ഈ നാള് ഭഗവാൻ പോകാത്തത്തോളം കാലം ഞാൻ മരിക്കുന്നത് വരെ ഭഗവാന്റെ നാൾ അത് തന്നെയാണ്. ഭഗവാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ നാള് മാറ്റാനും ഉദ്ദേശമില്ല. ആ നാളിൽ ഞാൻ അമ്മയ്ക്ക് പൂജ ചെയ്യാറുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വരെ, ഇത് തമ്പുരാനും അമ്മയായിട്ടുള്ള ബന്ധം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ മൂകാംബിക പോലെ ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ഒരു പ്രത്യേകത തന്നെ, അമ്മ ഞാൻ നേരത്തെ പറഞ്ഞു പരാശക്തിയാണ്, കുണ്ടലിനി ശക്തിയാണ്. അപ്പോൾ അമ്മ നമ്മളുടെ കർമ്മഫലം കൂടുതലുള്ളവരെ എത്തിക്കൂല. പോകണമെന്ന് വിചാരിച്ചാൽ പോലും എത്തൂല. ഭഗവാന്റെ അടുത്ത് എത്താത്തത് പോലെ തന്നെ അമ്മയുടെ അടുത്ത് എത്തൂല. അപ്പോൾ എന്ത് ചെയ്യും? അമ്മ തടയുന്നു. അമ്മ ആരെയും തടയണല്ല, നമ്മളെ തടയാണ്. നമ്മളെ കർമ്മഫലം നമ്മളെ തടയുന്നതാണ്. അല്ലാതെ അമ്മ അവിടെ നിന്ന് ഒരാൾ വരണേന് അയ്യോ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് തടയണല്ല. അമ്മയുടെ അടുത്തേക്ക് ഈ ആത്മാവിന് ചെല്ലാൻ പേടി. മനസ്സിലായില്ലേ സാർ? ഈ ആത്മാവ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പേടിക്കുകയാണ്, ഭയക്കുകയാണ് ഈ ആത്മാവിൽ കിടക്കുന്ന കർമ്മഫലം. അതുകൊണ്ട് ഇവൻ ടിക്കറ്റ് എടുക്കും, ടിക്കറ്റ് ബ്ലോക്ക് ആവും. ഇവൻ യാത്ര ചെയ്യും, വഴിയിൽ വെച്ച് എന്തെങ്കിലും അസുഖം വരും. ഇവൻ അമ്പലത്തിൽ ചെല്ലും, അമ്പലത്തിൽ ചെല്ലുന്ന ഉടനെ ഫോൺ വരും ആരെങ്കിലും മരിച്ചെന്ന്. ഇങ്ങനെ ആയിരക്കണക്ക് അനുഭവങ്ങളാണ് ഓരോ വ്യക്തിക്കും മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം എന്താണ്? അവരിൽ നിൽക്കുന്ന കർമ്മഫലം അവരെ എത്തിക്കാത്ത. അല്ലാതെ അമ്മയ്ക്ക് അവരുടെ ആരുടെയും വിരോധമില്ല, അമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് ചെല്ലാൻ ഇവർക്ക് ഭയം. വിളിച്ചാലേ ചെല്ലാൻ പറ്റും. വിളിക്കുന്നതല്ല സാർ, ഈ ആത്മാവിന് ചെല്ലാനുള്ള ഇത് കിട്ടണം. അതിന് ചിലപ്പോൾ അമ്മയെ വീട്ടിൽ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിച്ചാലേ കിട്ടുകയുള്ളൂ. ചിലപ്പോൾ ഒരു 41 ദിവസം ലളിതാ സഹസ്രനാമം വായിച്ചാൽ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം വായിച്ചാൽ അമ്മയുടെ അടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ കാണും. എവളെ കർമ്മഫലം കുറച്ചു കൊടുക്കും. അപ്പോഴങ്ങോട്ട് ചെല്ലാൻ പറ്റും. ഇല്ലാതെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവർ അവിടെ ദർശനം കിട്ടൂല. എത്രയോ പേര് ദർശനം ഇല്ലാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അമ്മ അത്ര സ്നേഹസ്വരൂപിണിയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ട് പോയതും അമ്മയുടെ അടുത്ത് ഇപ്പോൾ പോകാൻ പറ്റുന്നതും എല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം സാർ, ഇപ്പോൾ ഇന്നലെ 219 ഹോമം ചെയ്യുന്ന നവചണ്ഡി ഹോമമാണ് ചെയ്യണേ. ഇന്നലെ ഭഗവാന്റെ തിരുവാൻഡ്രം നമ്മളെ ആശ്രമത്തിലെ ഭഗവാൻ പക്കനാളായിരുന്നു, അതായത് ജന്മനാളിന് തൊട്ട് മുമ്പ്. ശരിക്കും മൂകാംബിക ക്ഷേത്രം ശരിക്കും ഭക്തി സാഗരമായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് നവചണ്ഡി ഹോമം ഭഗവാന്റെ പേരിന്. തൊട്ടടുത്ത് ശതചണ്ഡി ഹോമം നടക്കുകയായിരുന്നു, 100 ചണ്ഡി ഹോമം. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് സഹസ്ര ചണ്ഡി ഹോമം ഉണ്ടായിരുന്നു. സഹസ്ര ചണ്ഡി ഹോമം എന്ന് പറഞ്ഞാൽ 1000 ചണ്ഡി ഹോമം ഒരുമിച്ച് 9 ദിവസം കൊണ്ട് 150ഓളം പൂജാരിമാർ, 109 പൂജാരിമാർ. അപ്പം 109 പൂജാരിമാരിന്ന് ജപിക്കുകയാണ്. മറ്റത് 35 പൂജാരിമാരിന്ന് ഇരിക്കുകയാണ്. നമ്മളെ പൂജയിൽ 5 പൂജാരിമാരിരിക്കും. ഇത്രയും മന്ത്രം അവിടെ വരെയാണ് സാർ. അപ്പോൾ ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയാൽ മതി. ഇത്രയും മന്ത്രശക്തി അവിടെ കിടക്കുകയല്ലേ. മന്ത്രശക്തി നിൽക്കുന്ന സമയമായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാൻ എന്നെക്കൊണ്ട് ഇത്രയും ചണ്ഡി ചെയ്യിക്കുന്നത് എൻ്റെ ആത്മാവിൽ അത്രയ്ക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഞാൻ ഇന്ന് പൂജ ചെയ്തപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്, ഞാൻ അത്ര മഹാഭാവിയായിരുന്നു. അതോ ജന്മങ്ങളിൽ ചെയ്ത മഹാഭാവം. അപ്പോൾ ഇത്രയും കത്തിച്ചിട്ടും തീരുന്നില്ല. അപ്പോൾ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ കർമ്മഫലം കുറയ്ക്കുന്നതാണ് ഭഗവാൻ ഈ യാഗങ്ങളിലൂടെ. ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഹവിച്ച് കളയല്ലേ സാർ, കത്തിച്ച് കളയല്ലേ. കത്തിച്ച് മാത്രമേ നമ്മളെല്ലാം വീട്ടിൽ ഹോമം ചെയ്യണം. നിങ്ങളൊരു ദോഷപരിഹാരത്തിനായി ഞങ്ങളും നിർദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഹോമം ചെയ്യൂ എന്ന് പറയുന്നത് എന്താണ്, കത്തിച്ച് നശിക്കുന്നത് പോലെ ഒന്നും അല്ലാതെ പോവില്ല. നെഗറ്റീവ് കത്തിച്ച് കളയാണ്. അപ്പോൾ അതുപോലെ കത്തിച്ച് ഭഗവാൻ കളയണായിരിക്കാം, ഒരു കാരണം ഉണ്ടാക്കി എന്നെ കൊണ്ട് ചെയ്യിക്കണായിരിക്കാം. അപ്പോൾ ഞാൻ അത്രയും മഹാഭാവിയായിരുന്നെന്നാണ്.
അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഇത്രയും ചെയ്യിക്കണമെങ്കില ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കാലം മുടക്കമില്ലാതെ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്തെല്ലാം ഈ 19 വർഷത്തിനകത്ത് എന്തെല്ലാം ബാലായ്മകൾ വന്നെന്നറിയാം സാർ. ഇതെല്ലാം അമ്പലത്തിൽ പോകാൻ കണക്കിനേ വരുള്ളൂ. ഒരു കാര്യം അല്ല, കാരണം മോളുടെ ഡെലിവറി ഞാൻ മൂകാംബി പോയി ചണ്ഡ്യഹോമം ചെയ്തിട്ട് ഇതുപോലെ വരെയാണ് വന്ന് ഞാൻ ഭഗവാന്റെ മുമ്പ് പ്രസാദം കൊണ്ടുവച്ചു. പ്രസാദം ഭഗവാനെ എടുത്ത് തൊട്ട് നെറ്റി തൊട്ട് ഇതൊക്കെ എടുത്ത് അവിടെയൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പിള്ളയ്ക്ക് വേണം അത്യാവശ്യമുണ്ട്, പിള്ള പോകണം എന്ന് പറഞ്ഞു എൻ്റെ കൂടി. ഞാൻ ഇവിടെ ഇതുപോലെ വന്നിട്ട് നേരെ വണ്ടി എടുത്ത് കുളിച്ച് നേരെ വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ്. ഞാൻ മകത്തിന് പൂജ കഴിഞ്ഞ് പൂരത്തിൻ്റെ അന്ന് വന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വാമിയുടെ മുമ്പ് മൊബൈൽ കൊണ്ടുപോകില്ല. ഞാൻ മൊബൈൽ ഭഗവാന്റെ മുമ്പ് കൊണ്ടുപോകും. എനിക്ക് പേടി, അവൾ ഇങ്ങനെ അടിക്കുകയെല്ലാം ചെയ്തെങ്കിൽ ഭഗവാന്റെ മുമ്പ് സൗണ്ട് ഉണക്കെ ഉണ്ടാവണമെങ്കിൽ ഞാൻ കാറിൽ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ ഇനി കാറിൽ വന്ന് അവിടുന്ന് കയറി കാറിൽ നോക്കിയപ്പോൾ എൻ്റെ മൊബൈലിൽ കുറേ മിസ് കാള് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. അപ്പോൾ എവിടെ എത്തി? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, പെട്ടെന്ന് വരണം, മോക്ക് അസ്വസ്ഥതയായിട്ടിരിക്കുകയാണ്, അവൾ ഗർഭിണിയാണ്. ഞാൻ ഇവിടെ വന്ന് ആശുപത്രി കൊണ്ടുപോയി പ്രസവിച്ചു. ഇത് തലേ ദിവസമായിരുന്നെങ്കിൽ പൂജ മുടങ്ങി സാർ. തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാം ഭഗവാൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്താണ്. അപ്പോൾ വഴി തെളിച്ച് തരികയാണ് നമുക്ക്. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നതല്ല, നമ്മൾക്ക് യാതോ അദൃശ്യ ശക്തിയായി നിന്നുകൊണ്ട് ആ ഈശ്വര ശക്തി നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ ഞാനെന്തോ 219 ചണ്ഡ്യഹോമം ചെയ്തു, ഞാൻ എന്തോ സംഭവമാണ്. മൂകാംബി ചരിത്രത്തിൽ ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല. ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനേതോ മഹാഭാവി ആയതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, എന്നാലും ഭഗവാൻ എൻ്റെ ഏതോ പുണ്യം ചെയ്ത മഹാഭാവി ആണെങ്കിൽ പോലും ഏതോ പുണ്യം ചെയ്തുകൊണ്ടാണ് ഈ 4 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റിയത്. ആരും പറഞ്ഞറിഞ്ഞ് വന്നതല്ലല്ലോ സാർ. 4 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. അദ്ദേഹത്തിൻ്റെ കൈകളിലൊക്കെ ഒന്ന് ഉറങ്ങാൻ പറ്റി. അദ്ദേഹം എടുത്തുകൊണ്ട് നടന്നു, അദ്ദേഹം കുളിപ്പിച്ചു. എല്ലാം ഭഗവാന്റെ ഒരു അച്ഛനും അമ്മയും പോലെ. എനിക്ക് അച്ഛൻ അമ്മയും എൻ്റെ സ്വാമിയായിരുന്നു. 4 വയസ്സോട്ടായതുകൊണ്ട് ഈ രണ്ടും അച്ഛനും അമ്മയും ഗുരുവും ദൈവവും എല്ലാം തമ്പുരാനായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് പോകണമെങ്കിലും സാറ് പറഞ്ഞതുപോലെ എന്തോ മുൻജന്മ ബന്ധം കിടന്നു, അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇത് ചെയ്യണം. ഭഗവാന്റെ ഒരു പ്രവാചകൻ, ഞാനൊരു പ്രവാചകൻ മാത്രമാണ്. അല്ല, അങ്ങയുടെ നാക്കിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ മുറിയിൽ നിന്ന് ലോകം മൊത്തം അറിയാനുള്ള അതല്ലേ സാർ. ഈ ഒരു മുറി ഉണ്ടാക്കിയപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഉണ്ടാക്കിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ലോകം മൊത്തം അറിയാം. ഇന്ന് ലോകത്ത് മൊത്തം ഈ ഒരു മുറിയും ഈ പൂജാമുറിയും കുറേ പടങ്ങൾ എനിക്ക് പൂജാമുറി വെച്ചപ്പോൾ ഇതിനകത്ത് ഭഗവാൻ മാത്രമേ പാടുള്ളൂ. പിന്നെ ആ ആരാധനാമൂർത്തിയായ മൂകാംബി അമ്മയും വേറെ ഞാൻ ആരെയും വെച്ചിട്ടില്ല. എനിക്ക് വേറെ ഒരു ദൈവങ്ങളെയും വിശ്വാസമില്ല. എനിക്ക് ദൈവത്തിനെ വിശ്വാസമില്ല. കാരണം ഞാൻ എന്തിന് ദൈവത്തിനെ വിശ്വസിക്കണം? സാക്ഷാൽ ഈശ്വരൻ്റെ കൂടെ ജീവിച്ച ഞാൻ എന്തിന് ആളിൽ പറഞ്ഞറിഞ്ഞുള്ള ദൈവത്തെ വിശ്വസിക്കണം? ഭഗവാൻ പറഞ്ഞെങ്കിൽ ഓക്കെ, മൂകാംബി അമ്മ ഭഗവാനാണ് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞെങ്കിൽ ഭഗവാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവാൻ കണ്ടിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാം. ഇല്ലാതെ ഒരാൾ കെട്ടുകഥ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നടക്കാൻ ഞാൻ തുനിഞ്ഞിട്ടില്ല. എനിക്കത് ഇഷ്ടമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സാർ, ഇത്രയും സമയം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ഞാനും ഇടയ്ക്ക് സംസാരിക്കേണ്ടി വന്നു. കാരണം അത് സാറിൻ്റെ ഈ സംസാരം വന്നപ്പോൾ എന്നെ കൊണ്ട് ഭഗവാൻ പറയിച്ചതാണ്. മനസ്സിലായല്ലോ, ഭഗവാൻ പറയിച്ചതാണ്. അതിന് സാറ് ഓരോ തുടക്കം ഇട്ടുവെന്ന് മാത്രം. ചിദംബരത്തിൻ്റെ കാര്യമാവട്ടെ, ഇതൊക്കെ സാറ് തുടങ്ങി വെച്ചപ്പോൾ ഞാൻ അതിനെ അല്ല, നമ്മൾ ഇതുവരെ ഇവിടെ നടന്ന റെക്കോർഡിങ്ങിലും മറ്റ് ഇത് നോക്കിയെടുത്തോളം വരുന്ന ആളുകളെ കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങയുടെ ഇത് 1-2 ചോദ്യം ചോദിച്ചാൽ നിർത്തുന്നതേ ഉള്ളൂ. അത് ഇന്ന് അങ്ങയുടെ നാക്കുകൊണ്ട് മൂകാംബിക ദേവിയോടെ പോയ അത് വരപ്രസാദം കിട്ടിയതാണ്, അത് പറയാൻ സാധിച്ചു. അതെ, ഇന്ന് വന്ന് അമ്മയെ കണ്ടിട്ട് വന്ന സമയത്താണ് സാറിന്റെ വരവ്. ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി വരുന്ന സമയം കുളിച്ച് റെഡിയായി വന്നപ്പോൾ സമയത്താണ് സാറും വന്നപ്പോൾ സമയത്ത് ഇന്ന് ആദ്യത്തെ ദൗത്യം അമ്മയെ കണ്ടിട്ട് വന്നിട്ട് ആദ്യത്തെ ദൗത്യമാണ് സാറിന്റെ കൂടെ ഇന്റർവ്യൂവിന് ഇരിക്കുക എന്നാണ്. അല്ല, വരപ്രസാദം കിട്ടിയതാ പറയാനായിട്ട്. അതെ, സത്യം സാർ. ഇത്രയും സമയം ഭക്തർക്ക് വേണ്ടി ഒരു സത്സംഗം, ഞാൻ സംശയവും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അല്ലാതെ ശരിക്കൊരു ഇൻ്റർവ്യൂ അല്ലായിരുന്നു. നമ്മൾ തമ്മിൽ ഒരു സംസാരമായിരുന്നു. അതിന് ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടാണ് ശരിക്കും അത്രയും മനസ്സ് തുറന്ന് സംസാരിക്കാനും സാധിച്ചു എന്നാണ്. അത് ഭഗവാൻ തന്നെ സംസാരിപ്പിച്ചതാണ്.
അതുകൊണ്ട് ഈ തിരക്കിനിടയിൽ ഒന്ന് വന്ന് ഭക്തർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഭഗവാന്റെ നാമത്തിൽ ഒന്നുകൂടി സാറിന് നന്ദി, നമസ്കാരം.